ഓക്കെ. അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞു വരുന്നത്? അത് നമ്മുടെ എന്തുവാ ആ വീഡിയോ കട്ടായി പോയതാണ് ഇടയ്ക്ക്. മാക്സിമം 15 മിനിറ്റ് വരെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോ കട്ടായി പോയി. അങ്ങനെ കട്ടായി പോയതാണ്. ഓക്കെ. ഓക്കെ, അത് സാരമില്ല. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ആർ ഗ്രേറ്റർ ദാൻ എമ്മിൽ അതെന്തായിരിക്കത്തില്ല, P1 P2 എക്സെട്ര PR എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കത്തില്ല അല്ലേ? എം വരെ മാത്രമേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ആർ നോട്ട് ഓൾ സീറോ, അങ്ങനെ ഒരു കോയിഫിഷ്യൻസ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 കൊടുത്താൽ ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ സീറോ ആയിട്ടുള്ള ഒരു കോയിഫിഷ്യൻ്റ് ആയിരിക്കും കിട്ടുന്നത് ബൈ ഡെഫിനിഷൻ ഓഫ് ലീനിയർ ഡിപ്പെൻഡൻസ് അല്ലേ? അതായത് hence there exist scalars alpha 1 alpha 2 etc alpha are not all zero such that alpha 1 p1 plus alpha 2 p2 etc alpha r pr equal to 0. ഇനി നമ്മൾ ഈ ഇക്വേഷനകത്ത് സി ഗ്രേറ്റർ ദാൻ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് പോസിറ്റീവ് നമ്പറായ സി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? സി ആൽഫ 1 p1 പ്ലസ് സി ആൽഫ 2 p2 എക്സെട്ര സി ആൽഫ ആർ പി ആർ ഈക്വൽ ടു 0. ഇനി 18ഉം 19ഉം എടുത്തേ. 18 എന്താ പറയുന്നത്? സീറ്റ 1 p1 പ്ലസ് സീറ്റ 2 p2 പ്ലസ് എക്സെട്ര സീറ്റ എം പി ആർ ഈക്വൽ ടു ബി. ഈ 18നെ 19ഉം മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ 18 പ്ലസ് 19 ചെയ്യുക. 18 പ്ലസ് 19ഉം 18 മൈനസ് 19ഉം ചെയ്യുക. അപ്പോൾ 18 പ്ലസ് 19 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സീറ്റ 1 പ്ലസ് സി ആൽഫ 1 p1 പ്ലസ് സീറ്റ 2 പ്ലസ് സി ആൽഫ 2 p2 എക്സെട്ര സീറ്റ ആർ പ്ലസ് സി ആൽഫ ആർ പി ആർ ഈക്വൽ ടു ബി കിട്ടും. ഇനി അടുത്ത മൈനസ് ചെയ്യുമ്പോഴോ 18 മൈനസ് 19 ചെയ്യുമ്പോഴോ സീറ്റ 1 മൈനസ് സി ആൽഫ 1 p1 പ്ലസ് സീറ്റ 2 മൈനസ് സി ആൽഫ 2 p2 എക്സെട്ര പ്ലസ് സീറ്റ ആർ മൈനസ് സി ആൽഫ ആർ പി ആർ ഈക്വൽ ടു ബി കിട്ടും അല്ലേ? ഓൾറെഡി നമുക്കറിയാം സി ഗ്രേറ്റർ ദാൻ 0 ആണ്. സി ഗ്രേറ്റർ ദാൻ 0 ആണ്. അതേപോലെ സഫിഷ്യൻലി സ്മോൾ ടു ടേക്ക് ആൽഫ സീറ്റ ജെ പ്ലസ് ഓർ മൈനസ് സി ആൽഫ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം സീറ്റ ജെകൾ എന്ന് വെച്ചാൽ സൊല്യൂഷൻ ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൽഫ 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ 1 ആണ്. അപ്പം ഇതുകളും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ സീറ്റ ജെ പ്ലസ് ഓർ മൈനസ് സി ആൽഫ ജെ ഗ്രേറ്റർ ദാൻ 0 ആണ് ഫോർ ജെ ഇസ് ഇക്വൽ ടു 1 to r. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 20ഉം ഈ 20ഉം 21ഉം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? x1 is equal to സീറ്റ 1 പ്ലസ് സി ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് സീറ്റ ആർ പ്ലസ് സി ആൽഫ ആർ, ബാക്കിയുള്ളതെല്ലാം 0 ആണെന്ന് പറയാം അല്ലേ? ഇനി അടുത്ത x2ൻ്റെ, കാരണം P1 P2 എക്സെട്ര എന്ന് എഴുതുന്നത് Ax is equal to Bയുടെ സൊല്യൂഷൻ ആണ് അല്ലേ? അത് ഇതിൻ്റെ സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ 1 C1 ഇത് R വരെയുള്ള സൊല്യൂഷൻ ആണ്. അതേപോലെ ഈ 21 എന്ന് പറയുന്ന അടുത്ത x2ൻ്റെ കുറച്ച് സൊല്യൂഷൻ ആകാം. x2ൻ്റെ then x2 എന്ന് പറയുന്നത് കോളം വെക്ടേഴ്സ്. x1 എന്ന് പറയുന്നത് സീറ്റ 1 സി ആൽഫ 1 സീറ്റ 2 സി ആൽഫ 2 എക്സെട്ര സീറ്റ ആർ പ്ലസ് സി ആൽഫ ആർ 0 കോളം വെക്ടേഴ്സ്. തിരിച്ച് x2 എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻ എടുത്തിട്ട് എന്തായിട്ട് എഴുതാം? കോളം വെക്ടേഴ്സ് ആയിട്ട് എഴുതാം, സൊല്യൂഷൻ വെക്ടേഴ്സ്. ആൽഫ സീറ്റ 1 മൈനസ് സി ആൽഫ 1 സീറ്റ 2 മൈനസ് സി ആൽഫ 2 എക്സെട്ര സീറ്റ ആർ മൈനസ് സി ആൽഫ ആർ 0 അല്ലേ? നമുക്കിവിടെ എന്ത് കിട്ടി? x1 എന്ന് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് കിട്ടി. x2 എന്ന് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് കിട്ടി. നമ്മൾ ആദ്യമേ ഇക്വേഷൻ നമ്പർ 18ൽ നമ്മൾ ആദ്യമേ എടുത്തു xθ എന്ന് പറയുന്നത് എന്താണെന്ന് എടുത്തു? ഫീസിബിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് 3 ഫീസിബിൾ സൊല്യൂഷൻസ് കിട്ടി. ഫസ്റ്റ് നമ്മൾ xθ ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ട് എടുത്തു. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് x1ഉം x2ഉം 2 ഫീസിബിൾ സൊല്യൂഷൻസ് കിട്ടി അല്ലേ? അതായത് വി ഹാവ് നൗ 3 feasible solutions. ഏതൊക്കെയാ? xθ, x1, x2. അപ്പം ഈ xθയും x1ഉം x2ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? അപ്പം എന്തോ റിലേഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? xθ ഈക്വൽ ടു ഹാഫ് x1 പ്ലസ് ഹാഫ് x2 ആണല്ലോ. ഇതിനെ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഡിവൈഡഡ് ബൈ 2 കിട്ടാൻ നമുക്ക് എന്ത് കിട്ടും? θ1 കിട്ടും. ദെയർഫോർ xθ ഈക്വൽ ടു, അതേപോലെ ഓരോന്നും ചെയ്യുമ്പോൾ θ1 θ2 എക്സെട്ര θr വരെ കിട്ടും. ദെൻ xθ ഈക്വൽ ടു ഹാഫ് x1 പ്ലസ് ഹാഫ് x2. അതായത് എന്താ നമുക്ക് പറയാം? xθ എന്ന് പറയുന്നത് ഈസ് എ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 ആൻഡ് x2 വിച്ച് ആർ ബോത്ത് ഡിഫറെൻറ്റ് ഫ്രം xθ അല്ലേ? അതായത് x1ഉം x2ഉം xθയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു x1ഉം x2ഉം എവിടെ ഉണ്ട്? SF-ലുണ്ട്. അതേപോലെ തന്നെ xθ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും.
അങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ് എസ് എഫിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എക്സ് തീറ്റ എന്ന് പറയുന്നത് എന്തല്ല, ഒരു വെർട്ടെക്സ് അല്ല, അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് അല്ല. ഈ എക്സ് തീറ്റ എന്ന് പറയുന്ന എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എക്സ് വണ്ണും എക്സ് ടു എന്ന് പറയുന്ന രണ്ട് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇതേപോലെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നമുക്കവിടെ അങ്ങനെ എങ്ങനെ എഴുതി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന രണ്ട് പോയിന്റ്സ് കിട്ടി, എക്സ് വണ്ണും എക്സ് ടു കിട്ടി. അതായത് എക്സ് തീറ്റ ഈസ് നോട്ട് എ വെർട്ടെക്സ് അല്ലേ, അല്ലെങ്കിൽ നോട്ട് ആൻ എക്സ്ട്രീം പോയിന്റ് വിച്ച് കോൺട്രഡിക്ട്സ് അവർ ഇനിഷ്യൽ അസംഷൻ. നമ്മൾ എന്താ ഫസ്റ്റ് എടുത്തത്? എക്സ് തീറ്റ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ് ആണ് ആയിട്ട് എടുത്തത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? therefore which contradicts our assumption. therefore hence r greater than m ആണ്, then which means that x theta is a basic feasible solution അല്ലേ. therefore x theta is a basic feasible solution. okay, thank you.